Hi guys, welcome to my channel. I am Lijo. രാവിലെ എഴുന്നേറ്റ് തന്നെ നല്ലൊരു ഫണ്ണി സംഭവം കൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് രാവിലെ മെസ്സേജ് അയച്ചാണ് ട്രാൻസ്ഫോർമെൻറ്റ് വീഡിയോ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ചോദ്യം. ഞാൻ ചോദിച്ചാൽ എന്തോടെ ട്രാൻസ്ഫോർമെൻറ്റ് ഞാൻ ഗൂഗിളിൽ ആദ്യം സെർച്ച് ചെയ്തു. നമുക്കറിയാത്ത വല്ല വേർഡ് വേണമെന്ന് ആദ്യം നോക്കണം. അപ്പം ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തു ട്രാൻസ്ഫോർമെൻറ്റ് എന്താണ്, ഒരു ഐഡിയ ഇല്ല, ഒരു പരിപാടി നടക്കുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പുള്ളി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഈ ഒരു സംഭവമാണ് വേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ മൊബൈലാണ്. ഇതിൽ ഞാനിപ്പം ഇത് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്തോന്ന്, പുള്ളി ഉദ്ദേശിച്ചത് ട്രാൻസ്പെറൻറ്റ് വീഡിയോ വാൾപേപ്പർ നമ്മുടെ ഫോണിലൊക്കെ എങ്ങനെ ട്രാൻസ്പെറൻറ്റ് വാൾപേപ്പർ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പുള്ളി ചോദിച്ചത്. രാവിലെ ഡേ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ മെസ്സേജ് കണ്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക, സെർച്ച് ബാറിൽ ട്രാൻസ്പെറൻറ്റ് വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നൊരു ആപ്ലിക്കേഷനുണ്ട്, ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ ആൻഡ് ലൈവ് വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ലൈവ് വാൾപേപ്പറിനും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ട്രാൻസ്പെറൻറ്റ് വാൾപേപ്പറും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ട്രാൻസ്പെറൻറ്റ് വാൾപേപ്പർ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വീഡിയോ തന്നെ അതാണല്ലോ. അപ്പം ഇതാണ് ട്രാൻസ്പെറൻറ്റ് വാൾപേപ്പർ വരുന്നത്. ഇപ്പോൾ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലോക്ക് സ്ക്രീനും പിന്നെ ഹോം സ്ക്രീനിലും ഇത് തന്നെ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ലൈവ് വാൾപേപ്പറിലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് വാൾപേപ്പർ നമ്മളിപ്പോൾ ചെയ്തു. ഇനി ലൈവ് വാൾപേപ്പർ ഇട്ട് നോക്കാം. ലൈവ് വാൾപേപ്പറിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഇമേജാണ്. അതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, സ്പീഡ് സെറ്റ് ചെയ്യാം, ഇമേജിൻ്റെ റേഞ്ച് കഴിഞ്ഞാൽ സൂം ഔട്ട് സെറ്റ് ചെയ്യാം, വാൾപേപ്പർ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ടാബ് അനുസരിച്ച് വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബാറ്ററി സേവർ മോഡിൽ പോസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഇത് കസ്റ്റം ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഇട്ടിട്ട് ആ ഫോട്ടോയിൽ ഈ പറഞ്ഞ പോലെ ഒരു എഫക്റ്റ് കൊണ്ടുവരാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയറോട് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്ന നമ്മുടെ ബൈ.